പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് നമുക്ക് റിപ്പയർ ചെയ്യാനുള്ളത് ഒരു LED ബൾബാണ്. അതിൻ്റെ ഹോൾഡറിൻ്റെ ഈ ബൾബിൻ്റെ ഈ സോക്കറ്റ് ഉണ്ടല്ലേ, ഇതിൻ്റെ ഈ കണക്ടർ ഉരുകിപ്പോയതാണ്. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യണം. അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നുള്ള കാണിച്ചു തരാം. നല്ല വെട്ടം കിട്ടുന്ന നല്ല ബൾബാണ്. ബ്രാൻഡൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല, പക്ഷെ എന്നാലും നല്ല വർക്കിംഗ് ഉള്ള ബൾബാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ടോപ്പ് നമ്മളിങ്ങനെ ഊരെടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ടാവും, LED ബോർഡ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഡ്രൈവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് അയച്ച് അതിൻ്റെ ബേക്കത്തെ ഉരുകിപ്പോയ ഭാഗം നമുക്ക് ചേഞ്ച് ചെയ്യണം. അത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഈ ഉരുകിപ്പോയ ഭാഗം കട്ട് ചെയ്തെടുക്കണം. മറ്റേത് നമുക്ക് പുതിയത് അവിടെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ആ ഭാഗം ഒരു പ്ലെയർ വെച്ച് മെല്ലെ ഊരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേറെ ഞാനൊരു പോയൊരു ബൾബിൻ്റെ ഇതേപോലെ ഒരു പോയൊരു ബൾബിൻ്റെ കാണുന്നുണ്ടോ, ഒരു പോയൊരു ബൾബിൻ്റെ ബേക്കത്തെ ഭാഗം ഊരിയെടുത്തിട്ടുണ്ട്. നമുക്കിത് പുതിയത് വാങ്ങിയിടാവുന്നേ ഉള്ളൂ, പക്ഷെ ഞാനിപ്പോൾ ഇത് തന്നെ ഇടുന്നത്, ഇതിട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇത് നല്ലതാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. കാണുന്നുണ്ടല്ലോ അല്ലേ, നല്ലതാണ്, ഒരു പ്രശ്നമില്ല. നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇതാണ് ഒരു ഡ്രൈവർ. ഈ ഡ്രൈവറിലേക്ക് നമ്മൾ ഇതിൻ്റെ ഈ കണക്ഷൻ കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വയർ നമ്മൾ ഇതിൻ്റെ ബേക്കിൽ നോക്കിക്കോളും. ഇത് ഡ്രൈവറിലേക്ക്, ഇത് ലൈനാണ് വരുന്നത്. എൻ്റെ മെയിൻ 220 വോൾട്ട് വരുന്ന ഭാഗമാണിത്. ഇവിടേക്ക് നമ്മൾ ഈ 2 വയർ നമ്മൾ കൊടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ബൾബുകളൊന്നും ആരും നമ്മളെ വീട്ടിൽ ഇങ്ങനെ ചെറിയ കമ്പനികളൊന്നും ആരും കളയരുത്. സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. ഒരു സോൾഡറിങ് അയണും ഒരു കട്ടിംഗ് പ്ലെയറും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ഇത് ബാക്കിയുള്ള വർക്ക് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളതിൻ്റെ സോൾഡറിങ് എല്ലാം ചെയ്തു, ബോർഡ് അതേപോലെ ഫിക്സ് ആക്കിയിട്ടുണ്ട്. ബാക്കി നമുക്കിനി അത് എല്ലാം കേസെല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബൾബ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്ത് കാണിച്ചു തരാം. നോക്കൂ, നല്ല ക്ലിയറായി കത്തുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ക്ലിയറാണ്. അപ്പോൾ നമ്മളിനിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇതിൽ ഈ ഇടുന്ന ബൾബ് ഹോൾഡറിന് ലൂസ് കോണ്ടാക്റ്റോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഹോൾഡർ ഉണ്ടല്ലോ, ഈ ഹോൾഡറിന് ലൂസ് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഉള്ളിൽ വരുന്ന കണക്റ്റിംഗ് പിന്നുകൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് പിന്നെയും പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ എപ്പോഴും ഇങ്ങനെ കംപ്ലയിൻറ്റ് വരുന്നുണ്ടെങ്കിൽ ഈ പിന്നുകൾക്കാണ് മിക്കവാറും കംപ്ലയിൻറ്റ് ഉണ്ടാവുക. അപ്പോൾ അത് ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പോൾ അത് മാറ്റുന്നതോടുകൂടി ഇതിൻ്റെ ഈ ഹോൾഡർ കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് അത് മാറ്റി കൊടുക്കുക. പിന്നെ ഇതേപോലെ ചെറിയ കംപ്ലയിൻറ്റ്സ് കൊണ്ട് നമുക്ക് ഇത്രയും നല്ല ബൾബുകളും കാര്യങ്ങളൊന്നും നമുക്ക് ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു ചെറിയ സോൾഡറിങ് ആണ്, ഒരു പ്ലെയറൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.